നമസ്കാരം. അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനമായ പെന്റഗണിന്റേതായി മുമ്പ് പുറത്തിറങ്ങിയ ഒരു റിപ്പോർട്ടാണ് ഈ വാർത്ത വായിക്കാനുള്ള പ്രേരണ. 2026 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും കരുത്തുള്ള 4ാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യ എങ്കിലും മറ്റൊരു വ്യത്യസ്ത ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഇന്ത്യയാണോ ലോകത്തിലെ 4ാമത്തെ സൈനിക ശക്തി? അതൊരു സംശയമാണ്. അങ്ങനെ തോന്നാൻ കാരണം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങൾ വാങ്ങി അവ സ്വന്തം സൈനിക സംവിധാനങ്ങളുമായി കൂട്ടിച്ചേർക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ലോകത്ത് 1ാം സ്ഥാനത്താണ്. ഇന്ത്യയുടെ ഈ ശേഷി ആഗോളതലത്തിൽ പ്രതിരോധ വിദഗ്ധർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമാണ്. ഇന്ത്യ ഒരേ സമയം പല രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. റഷ്യയുടെ സുഖോയ് വിമാനങ്ങൾ, ടാങ്കുകൾ, മിസൈലുകൾ, അമേരിക്കയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ, M777 ഹോവിറ്റ്സറുകൾ, ഫ്രാൻസിന്റെ റഫാൽ, മിറാഷ് വിമാനങ്ങൾ, ഇസ്രായേലിന്റെ ഡ്രോണുകൾ, ബറാക് മിസൈൽ സിസ്റ്റങ്ങൾ, വ്യത്യസ്ത സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ഇവയെ ഒന്നിപ്പിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. റഷ്യൻ വിമാനങ്ങളിൽ ഇസ്രായേലിന്റെയും ഫ്രാൻസിന്റെയും മിസൈലുകളും റഡാറുകളും ഘടിപ്പിക്കുന്നത് ഇന്ത്യയുടെ പ്രത്യേക കഴിവാണ്. റഷ്യൻ നിർമ്മിത സുഖോയ് വിമാനങ്ങളിൽ ഇന്ത്യയുടെ സ്വന്തം ബ്രഹ്മോസ് മിസൈലുകൾ ഘടിപ്പിച്ചത് ലോകത്തിലെ തന്നെ അപൂർവമായ ഒന്നായിരുന്നു. എല്ലാ രാജ്യങ്ങളും ഇന്ത്യയെ പോലെ ഇത്രയധികം രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാറില്ല. മിക്ക രാജ്യങ്ങളും ഒന്നുകിൽ റഷ്യൻ സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ നാറ്റോ നിലവാരത്തിലുള്ള അമേരിക്കൻ, യൂറോപ്യൻ സാങ്കേതിക വിദ്യയോ ആണ് തിരഞ്ഞെടുക്കാറുള്ളത്. ഇവ തമ്മിൽ പൊരുത്തപ്പെടുത്തുക എന്നത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ത്യ ഒരു രാജ്യത്തെയും പൂർണ്ണമായി ആശ്രയിക്കാതെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് വ്യത്യസ്ത സാങ്കേതിക വിദ്യകളെ ഒന്നിപ്പിക്കാനുള്ള വൈദഗ്ധ്യം ഇന്ത്യ കൈവരിച്ചിട്ടുണ്ട്. ഇതാണ് ഹൈബ്രിഡ് ഇന്റഗ്രേഷൻ. ഈ ആയുധ സംയോജനം ഇന്ത്യയെ ഒരു അപ്രവചനീയമായ ശക്തിയാക്കി മാറ്റുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സാധാരണഗതിയിൽ ഒരു രാജ്യം ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ പരിമിതികൾ ശത്രുക്കൾ മുൻകൂട്ടി കണക്കുകൂട്ടാൻ സാധിക്കും. എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ ഈ കണക്കുകൂട്ടലുകൾ പലപ്പോഴും പിഴയ്ക്കുന്നു. സുഖോയ് 30 MKയും ബ്രഹ്മോസും ചേരുമ്പോൾ ലോകത്തിലെ ഏറ്റവും മാരകമായ കോമ്പിനേഷൻ ആകുന്നു. സാധാരണ റഷ്യൻ സുഖോയ് വിമാനങ്ങൾ ശത്രുവിന്റെ റഡാറുകളിൽ പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ വിമാനങ്ങളിൽ ബ്രഹ്മോസ് എന്ന സൂപ്പർ സോണിക് മിസൈൽ ഘടിപ്പിച്ചതോടെ കഥ മാറി. ശത്രുവിന്റെ കപ്പലുകൾക്കോ റഡാർ കേന്ദ്രങ്ങൾക്കോ പ്രതികരിക്കാൻ പോലും സമയം നൽകാതെ 300-400 കിലോമീറ്റർ അകലെ നിന്ന് ആക്രമിക്കാൻ ഇന്ത്യക്ക് കഴിയും. ചൈനയുടെ HQ-9, HQ-16 തുടങ്ങിയ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പോലും തകർക്കാൻ ഈ സഖ്യത്തിന് കഴിയുമെന്ന് ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സാഹചര്യങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഫ്രാൻസിന്റെ മിറാഷ് 2000ഉം ഇസ്രായേലി സ്പൈസ് ബോംബുകളും ബാലാക്കോട്ട് ആക്രമണം ഇതിന്റെ വലിയൊരു ഉദാഹരണമാണ്. ഫ്രഞ്ച് നിർമ്മിത മിറാഷ് വിമാനങ്ങൾ പഴയതാണെങ്കിലും ഇന്ത്യ അതിൽ ഇസ്രായേലിലെ സ്പൈസ് 2000ഉം സ്മാർട്ട് ബോംബുകൾ ഇന്റഗ്രേറ്റ് ചെയ്തു. അതിനാൽ ഒരു കെട്ടിടത്തിലെ നിശ്ചിത ജനലിലൂടെ പോലും ബോംബ് അകത്തേക്ക് വിടാൻ ഇതിന് സാധിക്കും. പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അവർക്ക് ഈ ആക്രമണം തടയാനായില്ല. റഷ്യയുടെ ഭീമാകാരമായ 276 വിമാനത്തിന് മുകളിൽ ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള ഇസ്രായേലി ഫാൽക്കൺ റഡാർ ഇന്ത്യ ഘടിപ്പിച്ചു. ശത്രു രാജ്യത്തിന്റെ ഉള്ളിൽ 400 കിലോമീറ്റർ ദൂരെയുള്ള നീക്കങ്ങൾ പോലും തത്സമയം കാണാൻ ഇതിന് സാധിക്കും. ഇത് ഇന്ത്യയുടെ വിമാനങ്ങളെയും മിസൈലുകളെയും കൃത്യമായി നയിക്കുന്നു. പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ചൈനീസ്, സ്വീഡിഷ് സിസ്റ്റങ്ങളെക്കാൾ എത്രയോ മടങ്ങ് കരുത്തുറ്റതാണിത്. കപ്പലുകൾ റഷ്യൻ, ഇന്ത്യൻ ഡിസൈൻ ആണെങ്കിലും അവയിൽ ഇസ്രായേലുമായി ചേർന്ന് വികസിപ്പിച്ച ബാറാക് 8 മിസൈലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ശത്രുവിന്റെ വിമാനങ്ങളോ ഡ്രോണുകളോ കപ്പലിനെ ലക്ഷ്യം വെച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ അവയെ തകർക്കാൻ ഈ സിസ്റ്റത്തിന് കഴിയും. ഇതിന്റെ 360 ഡിഗ്രി കവറേജ് ചൈനീസ് നാവികസേനയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഇന്ത്യയുടെ പക്കലുള്ള ആയുധങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ സങ്കരമാണെന്ന് ശത്രുവിന് കൃത്യമായി അറിയില്ല. ഓരോ ആയുധത്തിലും ഇന്ത്യ സ്വന്തമായി മാറ്റങ്ങൾ വരുത്തുന്നു. ഇത് ആയുധങ്ങളുടെ യഥാർത്ഥ ശേഷി രഹസ്യമായി വെക്കാൻ സഹായിക്കുന്നു. കുറഞ്ഞ ചെലവിൽ അത്യാധുനികമായ ആയുധങ്ങൾ സംയോജിപ്പിക്കാനുള്ള ഇന്ത്യൻ എഞ്ചിനീയർമാരുടെ കഴിവ് ലോകത്തെ വൻ ശക്തികളെ പോലും അത്ഭുതപ്പെടുത്തുന്നു. ഇന്ത്യയുടെ ആയുധങ്ങൾ വെറും ഒരു തന്ത്രമല്ല, മറിച്ച് പല രാജ്യങ്ങളുടെ ബുദ്ധി ഒത്തുചേർന്ന ഒരു മാരകമായ ശൃംഖലയാണ്. റഷ്യയിൽ നിന്ന് വാങ്ങിയ S-400 ട്രയംഫ് മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യയുടെ പക്കലെത്തിയതോടെ അത് വെറും ഒരു റഷ്യൻ ആയുധം എന്നതിലുപരി ഒരു ഇന്ത്യൻ ഹൈബ്രിഡ് കോട്ടയായി മാറിയിരിക്കുകയാണ്. അമേരിക്കയും ചൈനയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്ന ചില ഇന്റഗ്രേഷനുകൾ ഇന്ത്യ ഇതിൽ വരുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ കയ്യിലുള്ള ഇസ്രായേലി, ഫ്രഞ്ച്, ഇന്ത്യൻ റഡാറുകളെല്ലാം നൽകുന്ന വിവരങ്ങൾ ഒരേ സമയം S-400 ലഭിക്കും. അതായത് ഒരു ഇസ്രായേലി റഡാർ കാണുന്ന ലക്ഷ്യത്തെ റഷ്യൻ S-400 മിസൈൽ ഉപയോഗിച്ച് തകർക്കാൻ ഇന്ത്യക്ക് സാധിക്കും. യുദ്ധസമയത്ത് ആകാശത്ത് കാണുന്ന വിമാനം സ്വന്തമാണോ ശത്രുവിന്റേതാണോ എന്ന് തിരിച്ചറിയുന്ന സംവിധാനമുണ്ട്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച IFF മാർക്ക് 12 എന്ന ഉപകരണം S-400 ഘടിപ്പിച്ചു. ഇത് ഇന്ത്യയുടെ തേജസ്, റഫാൽ വിമാനങ്ങളെ തെറ്റായി വെടിവെച്ചിടാതിരിക്കാൻ സഹായിക്കുന്നു. S-400 ഒരു വലിയ ദൂരപരിധിയുള്ള ആയുധമാണ്.
ഇന്ത്യ ഇതിനെ നമ്മുടെ തദ്ദേശീയ മിസൈലായ ആകാശ്, ഇസ്രായേലിന്റെ MRSAM എന്നിവയുമായി ഒരേ കൺട്രോൾ റൂമിൽ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ഒരു ശത്രുവിമാനം വരുമ്പോൾ ഏത് മിസൈൽ ഉപയോഗിക്കണമെന്ന് ഇന്ത്യയുടെ കമ്പ്യൂട്ടറുകൾ തീരുമാനിക്കും. ഇത് ശത്രുവിന് പ്രതിരോധം അസാധ്യമാക്കുന്നു. ചൈനയുടെ പക്കലും S-400 ഉണ്ട്. എന്നാൽ ചൈനയുടേത് പൂർണ്ണമായും റഷ്യൻ ഡിസൈൻ ആണ്. ഇന്ത്യയുടേതാകട്ടെ റഷ്യൻ കരുത്തും ഇസ്രായേലി റഡാർ വിവരങ്ങളും ഇന്ത്യൻ സോഫ്റ്റ്വെയർ ബുദ്ധിയും ചേർന്ന ഒന്നാണ്. ഇന്ത്യൻ സോഫ്റ്റ്വെയർ ബുദ്ധി ലോകത്ത് നമ്പർ 1 തന്നെയാണ്. റഷ്യൻ S-400 കുറിച്ച് ചൈനയ്ക്ക് അറിയാം. എന്നാൽ ഇന്ത്യൻ S-400 ഇപ്പോൾ സുദർശന ചക്രമാണ്. അത് എങ്ങനെ പെരുമാറുമെന്ന് ചൈനയ്ക്ക് അറിയില്ല. പക്ഷെ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്നാണല്ലോ. ഇതുകൊണ്ടാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ഇന്ത്യയുടെ S-400 ഇന്റഗ്രേഷനെ അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ ഈ ഇന്റഗ്രേഷൻ കഴിവിനെ കുറിച്ച് ദി സൈലന്റ് ത്രീറ്റ് എന്നാണ് ചൈന വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചൈനയുടെ പ്രതിരോധ മന്ത്രാലയം, അവിടുത്തെ ഔദ്യോഗിക പത്രമായ ഗ്ലോബൽ ടൈംസും ഇന്ത്യയുടെ ഈ ഇന്റഗ്രേഷൻ കഴിവിനെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ചൈനയുടെ പക്കലും S-400 മിസൈലുകൾ ഉണ്ട്. എന്നാൽ ഇന്ത്യ അതിൽ വരുത്തിയ മാറ്റങ്ങൾ കാരണം ചൈനീസ് സിസ്റ്റങ്ങൾക്ക് ഇന്ത്യൻ മിസൈലുകളെ തിരിച്ചറിയാൻ പ്രയാസമാണ്. ചൈനീസ് വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി ലക്ഷ്യം വെച്ച് വരുമ്പോൾ ഇന്ത്യയുടെ റഷ്യൻ നിർമ്മിത റഡാറുകളല്ല, മറിച്ച് അതിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഇസ്രായേലി സെൻസറുകളാണ് അവരെ ആദ്യം കണ്ടെത്തുന്നത്. ഇത് ചൈനീസ് പൈലറ്റുമാരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നു. ചൈന തങ്ങളുടെ ആയുധങ്ങൾ പാകിസ്ഥാന് നൽകാറുണ്ട്. ഇന്ത്യ റഷ്യൻ ആയുധങ്ങളുടെ പരിമിതികൾ ചൈന പാകിസ്ഥാന് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ ഇന്ത്യ ഈ ആയുധങ്ങളിൽ ഇസ്രായേലിന്റെയും ഫ്രാൻസിന്റെയും സോഫ്റ്റ്വെയറുകൾ ഇന്റഗ്രേറ്റ് ചെയ്തതോടെ ചൈന നൽകുന്ന വിവരങ്ങൾ പാകിസ്ഥാന് ഉപകാരപ്പെടാതെയായി. ഇതിനെയാണ് ചൈന ഭയപ്പെടുന്നത്. ഇന്ത്യയുടെ ആയുധങ്ങളുടെ യഥാർത്ഥ ശേഷി ചൈനയ്ക്ക് ഇപ്പോഴും ഒരു രഹസ്യമാണ്. യുദ്ധസമയത്ത് ശത്രുവിന്റെ ആശയവിനിമയ സംവിധാനങ്ങൾ ജാം ചെയ്യുക എന്നത് ചൈനയുടെ പ്രധാന തന്ത്രമാണ്. എന്നാൽ ഇന്ത്യയുടെ IACCS പോലുള്ള തദ്ദേശീയമായ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത സിസ്റ്റങ്ങളെക്കാൾ ജാം ചെയ്യാൻ ചൈനയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്ത്യയുടെ ആയുധങ്ങൾ ഒരു കോക്ടെയിൽ പോലെയാണ്. അതിന്റെ രുചിയും വീര്യവും പുറത്തുനിന്നൊരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. പാശ്ചാത്യ സാങ്കേതിക വിദ്യയും റഷ്യൻ കരുത്തും ഇന്ത്യൻ സോഫ്റ്റ്വെയറും ചേരുമ്പോൾ അത് ഏഷ്യയിലെ ഏറ്റവും അപകടകരമായ പ്രതിരോധ കവചമായി മാറുന്നു. ചൈനീസ് മിലിറ്ററി അനലിസ്റ്റ് ആയ ലോങ് സിംഗ് ചുൻ ഒരിക്കൽ നിരീക്ഷിച്ചത് ഇങ്ങനെയാണ്: ഇന്ത്യയെ നേരിടാൻ ചൈന ഇപ്പോൾ ചെയ്യുന്നത് തങ്ങളുടെ J-20 സ്റ്റെൽത്ത് വിമാനങ്ങളെ കൂടുതൽ നവീകരിക്കുന്നു. ഇന്ത്യയുടെ S-400 നിന്ന് രക്ഷപ്പെടാൻ ചൈനയ്ക്ക് അത്യാധുനികമായ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ആവശ്യമാണ്. ഇന്ത്യയുടെ ഈ ഇന്റഗ്രേഷൻ ബുദ്ധി ചൈനയുടെ ആത്മവിശ്വാസത്തെ വലിയ തോതിൽ തകർത്തിട്ടുണ്ട്. ചൈനയും ഇന്ത്യയും തമ്മിൽ ഈ കാര്യത്തിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ആയുധങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യയോളം വൈവിധ്യവും വെല്ലുവിളികളും ചൈനയ്ക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചൈനയ്ക്ക് മേൽ പാശ്ചാത്യ രാജ്യങ്ങൾ ആയുധ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ സെൻസറുകളും മിസൈലുകളും സ്വന്തം സിസ്റ്റമായി ചേർക്കാൻ അവർക്ക് അവസരം ലഭിക്കുന്നില്ല. എന്നാൽ ഇന്ത്യക്ക് ലോകത്തെ ഏത് രാജ്യത്തെ സാങ്കേതിക വിദ്യയും ലഭ്യമാണ്. ഇത് ഇന്ത്യയെ ഒരു യൂണിവേഴ്സൽ ഇന്റഗ്രേറ്റർ ആക്കി മാറ്റുന്നു. ചൈനയുടെ രീതി റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. ഇന്ത്യ പല രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങി അവയെ കൂട്ടിയിണക്കുമ്പോൾ ചൈന ചെയ്യുന്നത് റഷ്യയുടെ ആയുധങ്ങൾ വാങ്ങി അവയുടെ സാങ്കേതിക വിദ്യ പഠിച്ച് സ്വന്തം പതിപ്പുകൾ നിർമ്മിക്കുക എന്നതാണ്. റഷ്യയുടെ സുഖോയ് 27 വിമാനം ചൈന വാങ്ങി. അത് പഠിച്ച് അവർ സ്വന്തമായി J-12 നിർമ്മിച്ചു. ഇതിന് അവരുടെ എല്ലാ ആയുധങ്ങളും ഒരേ സാങ്കേതിക ഭാഷ സംസാരിക്കുന്നവയാണ്. ചൈനയ്ക്ക് സ്വന്തമായി ഒരു വലിയ പ്രതിരോധ വ്യവസായമുണ്ട്. എല്ലാം ഒരേ ഡിസൈനിൽ നിർമ്മിക്കുന്നത് കൊണ്ട് അവർക്ക് 10,000 കണക്കിന് ടാങ്കുകളും മിസൈലുകളും വേഗത്തിൽ നിർമ്മിക്കാൻ കഴിയും. വ്യത്യസ്തമായ ആയുധങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ബുദ്ധിപരമായ കഴിവിൽ ഇന്ത്യ തന്നെയാണ് ലോകത്ത് ഒന്നാമത്. എന്നാൽ ഒരു യുദ്ധമുണ്ടായാൽ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ആയുധങ്ങൾ വൻതോതിൽ സ്വന്തമായി നിർമ്മിച്ച് വിതരണം ചെയ്യാനുള്ള ശേഷിയിൽ ചൈന ഇപ്പോഴും മുന്നിലാണ്. ചൈന നേരിടുന്ന വലിയൊരു വിമർശനം അവർ കടലാസിൽ പുലികളാണ്. എന്നാൽ ഒരു ആയുധവും യുദ്ധമുഖത്ത് പരീക്ഷിച്ച് വിജയിച്ചിട്ടില്ല.